ഹായ്, ഈ ഒരു കാർഡ് ദുബായിലുള്ള ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയുക ആഗ്രഹിക്കുന്നൊരു കാർഡാണ്. അറിയോ, ഈ ഒരു കാർഡ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഈ പറയണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കമൻറ്റ് കാണിച്ചു തരാം. ഞാനൊരു ഇവിടെ ഒരു ഇൻഫ്ലുവൻസറുടെ വീഡിയോക്ക് ഞാനൊരു കമൻറ്റ് അടിച്ചു. അപ്പോൾ അതിന് താഴെ വന്നൊരു കമൻറ്റാണ് ഈ ഗോൾഡൻ ചാൻസിനെ കുറിച്ചിട്ട്. ദുബായിലെ ഗോൾഡൻ ചാൻസ് ഇപ്പോൾ പല എമിറേറ്റ്സിലും കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ ആൾക്കാർ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അലൈൻ, അബുദാബി പോലത്തെ അവിടെയാണ്. അവിടെയൊക്കെയാണ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നുന്നത്. കാരണം ദുബായിലൊക്കെ ഗോൾഡൻ ചാൻസ് ഉണ്ട്, അജ്മാനൊന്നും ഗോൾഡൻ ചാൻസ് ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അജ്മാൻ വിസക്കാരനാണ്. ഈ ഇൻഫ്ലുവൻസർമാരൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ 3 തവണ അലൈനിൽ വന്നാൽ അല്ലെങ്കിൽ അബുദാബിയിൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് ലൈസൻസ് എടുത്ത് തരാമെന്നൊക്കെ. അപ്പോൾ അത് ഏറെക്കുറെ പറയുകയാണെങ്കിൽ ശരിയാണ്. പക്ഷെ അവർ ഉദ്ദേശിച്ച ഈ പറയുന്നത് 3 തവണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളൊന്നും ആയിരിക്കില്ല. അത് നമ്മളെ ഭാഗ്യം പോലെ ചിലപ്പോൾ ഒരു 1 മന്ത്, ഒരു 2 മാസം പക്ഷേ വേറെ നമ്മൾ എമിറേറ്റ്സിൽ ലൈസൻസിന് വേണ്ടിയിട്ട് കളിക്കുന്ന ടൈം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഇതുപോലത്തെ സ്ഥലത്ത് പോയിട്ട് ലൈസൻസ് എടുക്കാം. ഈ ക്രിയേറ്റീവ് ഡിജിറ്റൽ ടീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ രാത്രി വൈകുന്നേരം ദുബായ് പോലത്തെ എമിറേറ്റ്സിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാർ അവിടെ തലേന്ന് അവിടെ പോയിട്ട് അവരെ അക്കോമഡേഷനിൽ നമുക്ക് താമസിച്ചിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ തൊട്ടടുത്താണ് നമ്മളവരെ RTയുടെ ഓഫീസ് വരുന്നത്. അടിപൊളി സർവീസ്. ഞാൻ അവരെ പേഴ്സണൽ അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ട് എപ്പോഴും ഞാൻ എന്നോട് പറയും, അവരെ കമൻറ്റിൽ താങ്കളെ എക്സ്പീരിയൻസ് ഒന്ന് പറയണമെന്ന്. പല ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോസ് ഞാൻ കാണാറില്ല. പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ എന്ന് ഉദ്ദേശിച്ചതിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു അർത്ഥം തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു കാര്യം. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഞാൻ ഒരുപാട് തവണ ഈ അജ്മാൻ എന്നുള്ള ആ ഒരു എമിറേറ്റ്സ് നിന്ന് ഞാൻ ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ അവിടെ പോയി ക്ലാസ്സിനാണെങ്കിലും ടെസ്റ്റിനാണെങ്കിലും ഇനിയിപ്പോൾ അതിൽ ഞാനൊരു 5 ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനതിപ്പോൾ ഒരു 1-2 ടെസ്റ്റൊക്കെ എനിക്ക് മനസ്സിലാവും ഞാൻ ഫെയിൽ ചെയ്തിട്ടുണ്ട്. ഫെയിൽ ചെയ്യാൻ കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പം ടെൻഷൻ കൊണ്ട് പറ്റിയ എന്തെങ്കിലും ചെറിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാതെ തന്നെ ബാക്കിയുള്ള ടെസ്റ്റിലൊന്നും എനിക്ക് എന്താ മിസ്റ്റേക്ക് ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നും അറിയില്ല. വലിയ അതെന്തായാലും കഴിഞ്ഞു, ആ ഒരു സമയങ്ങളെല്ലാം കഴിഞ്ഞു. എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഈ ഒരു ലൈസൻസ് എന്നുള്ള സംഭവം ഇവിടെ ദുബായിൽ ആർക്കെങ്കിലും ആഗ്രഹിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ചോളൂ. എനിക്ക് കൂടുതലായിട്ടൊന്നും ഞാനിൽ എൻ്റെ യൂസർ എക്സ്പീരിയൻസാണ് ഞാൻ പറയണത്. കമൻറ്റ് ഇന്നുള്ള റിപ്ലൈ ഇത് നമ്മളെ ഇത് കിട്ടുകയാണെങ്കിൽ 3000 ദിവസം എക്സ്ട്രാ അടിക്കണം. നമ്മൾ ആദ്യം തൊട്ട് പാർക്കിംഗ് ടെസ്റ്റ്, അതൊക്കെ ശരിയാണ്. ഇതൊരു ചാൻസാണ്, നമ്മളൊരു ഗോൾഡൻ ചാൻസാണ്. വേറെ എമിറേറ്റ്സിലൊക്കെ പോയിട്ട് കഷ്ടപ്പെടുന്നതിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാരാണ് ഞാൻ പറയുന്നത്. സ്റ്റാർട്ടിങ് ഒരു ലൈസൻസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ കരുതി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഈ നിങ്ങളിപ്പോൾ ഈ ദുബായ്, അജ്മാൻ അതുപോലത്തെ എമിറേറ്റ്സിലൊക്കെ ആൾക്കാരാണ് ഇത് കാണുന്നെങ്കിൽ, വീഡിയോ കാണുന്നെങ്കിൽ വെറുതെ അവിടെ കിടന്നിട്ട് കഷ്ടപ്പെടുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഇവരെ വിളിച്ച് നോക്കുക. കാരണം വെറുതെയാണ്. ഞാൻ ഒരുപാട് എമൗണ്ട് അവിടെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഞാൻ അലൈനിൽ പോയിട്ട് ഗോൾഡൻ ചാൻസ് എടുത്ത് എനിക്ക് പാസ്സാവാൻ പറ്റി. കാരണം നമ്മളതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഈ പരിപാടി ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ടൈമാണ്, എൻ്റെ പൈസ അവിടെ പോകണമെന്ന് എൻ്റെ പഠിച്ചോൻ കരുതിയിട്ടുണ്ടാകും, കുറച്ച് പൈസ അവിടെ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ കുറേ ആൾക്കാർ ചീറ്റ് ചെയ്യാനും നിൽക്കുന്നുണ്ടാവും. കാരണം അത് എങ്ങനെയാണെങ്കിലും നമ്മളവിടെ ഇതാക്കി തരാം, ഞാനിങ്ങനെ പാസ്സാക്കി തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കിട്ട് നമ്മളെ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും പൈസ പൊട്ടിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും വീണ്ടും ചാടാണ്ട് നിങ്ങൾ ആദ്യം ജസ്റ്റ് നിങ്ങൾ ഗോൾഡൻ ചാൻസ് വഴി എടുക്കാൻ പറ്റുമോ നോക്കുക, ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ട്രയൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണല്ലോ, വലിയ വിഷയം വരുന്നില്ല. നമ്മൾ എന്തായാലും ഒരു എമൗണ്ട് നമ്മൾ ലൈസൻസിന് വേണ്ടി കരുതി വെക്കുക. അതാവുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല, ഇതിന് സങ്കടം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ഗോൾഡൻ ചാൻസിൽ കൊടുക്കുക. എന്നിട്ട് പാസ്സായിട്ടില്ലെങ്കിൽ ഇനി അഥവാ നമ്മുടെ സമയമായിട്ടില്ല, ഇനി പാസ്സായില്ല, ഫെയിലായി, ഓക്കെ, എന്നാൽ ജസ്റ്റ് പാർക്കിങ്ങിലേക്ക് പോവുക. പാർക്കിംഗ് ടെസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ അസസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നോർമലായിട്ട് നിങ്ങളിപ്പോൾ ലൈസൻസിലേക്ക് വരിക. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിന് വെറുതെ ടൈം വേസ്റ്റ് കളയണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. കുറേ ആൾക്കാർ അങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഈ ലൈസൻസ് എടുത്തതിൽ കമൻറ്റ് അടിച്ച് കണ്ടിട്ട് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് മാത്രമാണ്. ഇതാരെ തളർത്താനോ അതുപോലെ തന്നെ ഇതാക്കാനോ പ്രൊമോഷൻ ചെയ്യാനൊന്നും ചെയ്തതല്ല, അവർ പറഞ്ഞിട്ടുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷിച്ചൊരു സംഭവം ഇത്. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഈ ഒരു കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അജ്മാനിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ട. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ വില എനിക്കറിയാം. അപ്പോൾ അത് ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാൾക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന എന്നോട് പറഞ്ഞിട്ടില്ല, ഈ ഒരു കാര്യം ചെയ്യണമെന്നോ അങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടും എനിക്ക് അത്ര സന്തോഷം കൊണ്ടും പല ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം, ഇങ്ങനെ കമൻറ്റ് കാണുന്നുണ്ട്. അതിൽ കുറച്ച് നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്, അവർ പറ്റിപ്പാണെന്നൊക്കെ. പക്ഷേ അത് കണ്ടപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളോട് സംസാരിച്ചതേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.